Hey guys, welcome back to my YouTube channel Crazy Vibes with Surya. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ഫുൾ ലെങ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കസ്റ്റർഡ് പൗഡർ വിത്ത് വാനില ഐസ്ക്രീം വെച്ചിട്ട് ഒരു നല്ലൊരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയാണ്. ഇത് ഞാനൊരു വീഡിയോ ആയിട്ട് ആക്ച്വലി ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ വീട്ടിലുണ്ടാക്കി കൊടുത്തപ്പം എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു, ഭയങ്കര ടേസ്റ്റിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ഇത് അടിപൊളിയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് നമ്മുടെ വയറൊക്കെ ഒന്ന് തണുത്ത് നല്ല സെറ്റ് ആവാൻ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു പർട്ടിക്കുലർ ഒരു ഫ്രൂട്ട് മാത്രമേ ഉള്ളെങ്കിലും അത് വെച്ചിട്ടും ഇത് ചെയ്യാം. ഞാനിപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സ് ഉള്ളത് കൊണ്ട് അത്രയും എടുത്തതാണ്. സോറി, ഇടയ്ക്കൊന്ന് നമ്മുടെ വീട്ടിൽ കറണ്ട് പണി തന്നാട്ടോ, പവർ ഓഫായി. അപ്പോൾ ഞാൻ ഫോണിൻ്റെ ഫ്ലാഷൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫ്രൂട്ട്സാണ് എടുത്തേക്കുന്നതെന്ന് നോക്കാം. ഒരു റോബസ്റ്റ, 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു പൊമിഗ്രാനറ്റ്, മാതള നാരങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ സീഡ്ലെസ് ആയിട്ടുള്ള ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ വീട്ടിലെ എന്ത് ടൈപ്പ് ഓഫ് ഫ്രൂട്ടാണോ ഉള്ളത് അത് വെച്ചിട്ടും ഇതുണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ പൈനാപ്പിൾ ആണോ, അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ആപ്പിളും കൂടി ഇട്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് വാഷ് ചെയ്ത് നന്നായിട്ട് കട്ട് ചെയ്തൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒത്തിരി മെനക്കെട്ട പരിപാടിയാണല്ലോ ഈ അനാർ ഒന്ന് കട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ അതിൻ്റെ ടെക്നിക്ക് അറിയാം കേട്ടോ. നേരത്തെ ഇത് പൊളിക്കുമ്പോൾ കയ്യിലെല്ലാം ഒരു കറവ് പോലെ പറ്റുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഗ്രേപ്സ് ഞാൻ നേരത്തെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകാൻ വെച്ചു. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ചെയ്യുന്നത് ഒരു ഗ്ലാസിൻ്റെ ഹാഫ് അളവിൽ കുറച്ച് വെള്ളം എടുത്തു. അതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ കസ്റ്റർഡ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്പീഡിൽ മിക്സ് ചെയ്തിട്ട് ഒരു തിക്ക് ക്രീം പോലെ, നമുക്കൊരു മാംഗോയുടെ ഒരു പ്യൂരിയൊക്കെ പോലെ, നല്ലൊരു പേസ്ട്രിയൊക്കെ പോലെ തോന്നും. ആ ഒരു രീതിയിലാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇതിന് മധുരമൊന്നുമില്ല. നമ്മളിതൊരു ഫ്ലേവർ, ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അതങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓറഞ്ച് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. സബർ ജെല്ലി അല്ലെങ്കിൽ അവോക്കാഡോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ സ്ട്രോബെറി അതൊക്കെ ഉണ്ടെങ്കിൽ ഇടാം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സീസണിൽ നമുക്ക് പോയിട്ട് ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും അത്യാവശ്യം ക്വാളിറ്റി വൈസ് ഉള്ളതാണ്. കാരണം മാംഗോ ഒക്കെ ആണെങ്കിലും നല്ല ദശ കട്ടിയുള്ള മാംഗോ എടുത്തേക്കുന്നത്. അങ്ങനൊന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ നല്ല മാങ്ങ ഒക്കെ വീണ് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പം അത്ര ഫണ്ടില്ല ഉണ്ടെങ്കിൽ സാധാരണക്കാർ കാണുമല്ലോ അല്ലേ. ഞാൻ എപ്പോഴും എൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ സാധാരണക്കാരെ കൂടെ ഉദ്ദേശിച്ചിട്ടാണ് വീഡിയോ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിൽ പോയിട്ട് ഒരു ഫ്രൂട്ട് സലാഡിനുള്ള കിറ്റ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് വാങ്ങിച്ചിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മൾ ഈ പച്ചക്കറി കിറ്റൊക്കെ വാങ്ങില്ലേ, അതുപോലെ ആണെങ്കിലും കിട്ടും. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് എല്ലാം നമ്മളൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി അതിനുശേഷം നമ്മൾ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചതും ആഡ് ചെയ്തിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ടു. ഇനിയാണ് നമുക്ക് ഒരു ഐസ്ക്രീം എടുക്കണം. അപ്പോൾ നിങ്ങൾ ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം വെച്ചിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കല് അട്ടർ ഫ്ലോപ്പായിരിക്കും എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട്. പിസ്ത ഫ്ലേവർ, സ്ട്രോബെറി, അതല്ലെങ്കിൽ വാനില, ബട്ടർ സ്കോച്ച് ഇതൊക്കെ നന്നായിരിക്കും. പിന്നെ ബെറി ആണെങ്കിലും വലിയ കുഴപ്പമൊന്നും കാണില്ല. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ എടുത്താൽ മതി കേട്ടോ. നമ്മളിവിടെ ഇപ്പോൾ അരുൺ ഐസ്ക്രീം എടുത്തതേ ഉള്ളൂ. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് 10 രൂപയുടെ 10 20 ആണോ എനിക്കറിയില്ല, ഇപ്പം അതിൻ്റെ വില കൂടിയൊന്ന്. അതിൻ്റെ ബോൾ ഐസായിട്ട് കിട്ടില്ലേ, നമ്മൾ കൊച്ചിലേക്ക് ഇങ്ങനെ വാങ്ങി കഴിക്കില്ലേ, അതായാലും മതി. അത് ഒരു 2-3 ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വാങ്ങിയാലും മതി. ഇനി ഈ ഐസ്ക്രീമൊക്കെ നമ്മുടെ ഫ്രൂട്ട്സിൽ നമ്മുടെ ആ കസ്റ്റർഡ് പൗഡറിൻ്റെ ഒരു തിക്കായിട്ടുള്ള ക്രീമും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചേർത്തൊന്ന് ഒത്തിരി ഫോഴ്സ് കൊടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്. കാരണം മിക്സിങ് ഒത്തിരി കൂടിപ്പോവാനും പാടില്ല, മിക്സിങ് ഒത്തിരി കുറയാനും പാടില്ല. കാരണം ഇത് സെറ്റ് ആയി കഴിഞ്ഞിട്ടുള്ള ഒരു പരുവമാണ്. ഇത് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കളറിലേക്ക് ഇത് കംപ്ലീറ്റ്ലി മാറും. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെ ആഡ് ചെയ്യാമെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇടയ്ക്ക് നട്ട്സ്, പിസ്ത ഒക്കെ ആഡ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്തത്
ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ അളവെങ്കിലും കാണും. അതല്ലെങ്കിൽ ഒരു 1.5 സ്പൂണൊക്കെ എടുത്താൽ മതിയാവും. നിങ്ങൾ ഫ്രൂട്ട്സിന്റെ അളവ് അനുസരിച്ച് ഒന്ന് കൂട്ടോ കുറയ്ക്കോ ചെയ്താൽ മതി. പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ കംപ്ലീറ്റ്ലി ഫ്രൂട്ട്സും ഐസ്ക്രീമും ആ കസ്റ്റർഡ് പൗഡറിന്റെ മിക്സും ഒക്കെ മിക്സ് ചെയ്തതിലോട്ട് നമ്മുടെ ഈ പാലിൽ മിക്സ് ചെയ്ത കസ്റ്റർഡ് പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു തിക്ക് ക്രീം പോലെ കിട്ടും. ഇങ്ങനെ കഴിക്കാൻ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയും ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ ഒരു 2-3 ഡ്രോപ്പ് കുറച്ചൊന്ന് വെള്ളത്തിൽ ചേർത്തിട്ട് ഒരു സ്പൂൺ അളവിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഐസ്ക്രീം ഫ്ലേവർ കിട്ടും. ഇനി വാനില ഫ്ലേവർ ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഉള്ള ഐസ്ക്രീം ഏതാണോ അത് യൂസ് ചെയ്തിട്ടും ഇത് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഒരു കംപ്ലീറ്റ്ലി ഒരു ബൗളിൽ മാറ്റിയിട്ട് ഒരു ഓവർനൈറ്റ് ഫുൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എടുത്ത് കഴിക്കാൻ അടിപൊളിയായിരിക്കും. നമുക്ക് അത്രയും ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മളൊരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബൗളിലാക്കി സെർവ് ചെയ്തു. അടിപൊളിയാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ ഫ്രം ക്രേസി വൈബ്സ്. ബൈ ബൈ, ടേക്ക് കെയർ.